നിതിൻ രാജിൻ്റെ വീട് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സന്ദർശിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പം മുമ്പാണ് അദ്ദേഹം ഈ വീട്ടിലെത്തിയത്. റിനു ശ്രീധർ അവിടെയുണ്ട്. റിനു ശ്രീധർ തത്സമയം ചേരും. റിനു, VC എപ്പോഴാണ് എത്തിയത് അവിടെ? എസ്കെൻ അല്പസമയം മുമ്പാണ് ആരോഗ്യ സർവകലാശാല വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള VC എത്തിയത്. വീട്ടിലേക്ക് മോഹൻ കുന്നുമേൽ എത്തിയത്. ഇപ്പോൾ അച്ഛനും അതുപോലെ തന്നെ അമ്മയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്, ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അല്പസമയം മുമ്പാണ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ ഉയരുന്നൊരു സാഹചര്യം വന്നത്. അതിൽ ഒരു തരത്തിലുള്ള അറിവും കുടുംബത്തിനില്ല എന്നുള്ളതാണ് അവർ പങ്കുവച്ചത്. എന്തായാലും നിലവിൽ ഈ ആരോപണ വിധേയരായവർക്കെതിരെ കടുത്ത നടപടികളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും VC വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. അതിനുശേഷം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശമോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. വലിയൊരു ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിതിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോരാടും എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചത്. ഇന്നലെ DGP അടക്കം കണ്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം. നിലവിൽ 7 സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നു. അമ്മയുടെ മൊഴി മാത്രം രേഖപ്പെടുത്തിയിട്ടില്ല. അമ്മ ഇപ്പോഴും ആ തേങ്ങലടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അമ്മയുടെ തേങ്ങലടങ്ങിയിട്ടില്ല. ഈ വീട്ടിൽ ഇപ്പോഴും ആ നിലവിളി ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ എത്തി മൊഴി രേഖപ്പെടുത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുതുതായി ഒരു അന്വേഷണ സംഘത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളത് നിലവിൽ അറിയില്ല. എന്തായാലും VC മോഹൻ കുന്നുമേൽ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയത്. ഔദ്യോഗിക വാഹനത്തിലെത്തി വീട്ടിലേക്ക് എത്തി ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സ്കെയിൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.